തീരെ ആക്രാന്തില്ലാത്തോണ്ട് ഞങ്ങള് പിന്നെ ബെഞ്ചമിന്റെ ഫാൻസിനായിട്ട് ബെഞ്ചമിൻ വീണ്ടും ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. ബെഞ്ചമിൻ എന്തൊരു സാധനം ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആണർ വ്ളോഗ്. അപ്പം നമ്മൾ ഇന്ന് കുറേ നാൾക്ക് ശേഷം വീണ്ടും വേറൊരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. എന്താണ് വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരൻ്റെ ഒപ്പം ചെറിയൊരു ഔട്ട്, കൂട്ടുകാരനല്ല കുട്ടിക്കാരുടെ ഒപ്പം നമ്മുടെ ടീം തന്നെ അമ്മേൻ്റെ ഒപ്പം ചെറിയൊരു ട്രിപ്പല്ല ചെറിയൊരു ഡ്രൈവ് ഫുഡ് അടിക്കാൻ പോകണം അത്ര തന്നെ. അപ്പോൾ അമ്മമാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കട്ട പോസ്റ്റാണ്. ഇപ്പോൾ ഒരു വേണ്ടി തുടങ്ങിയതാവും. അങ്ങനെ ഷീൻ്റെ മോനെ തുറക്ക്. ടർബോയാ അല്ല, എന്ത് തോന്നുന്നു വണ്ടി ഓടിച്ച്? എനിക്ക് വല്ല താറെടുത്താൽ മതി എന്നില്ല ചിമ്പ്രൂട്ടാ. നോക്കിയിരുന്നോ? ഇപ്പോ നമ്മുടെ നിഹാല് ഒരു GMC എടുക്കാനുള്ള പ്ലാനിലാണ് നിഹാലിൽ നിൽക്കുന്നത്. ഫോർഡിന്റെ സാധനം എടുക്കുന്ന ചോദിക്കുന്നത്. ഇപ്പൊ ജിഞ്ച ഇപ്പൊ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പൊ ഏകദേശം എത്തിയിരിക്കുന്നത് ടൗണിലാണ്. ഈ പാട്ടുകാരൻ നിങ്ങൾക്ക് കേൾക്കണ്ടോന്ന് അറിയില്ല, എന്നാലും സാരില്ല, നമുക്കിങ്ങനെ പോവാണ്. ഇപ്പൊ ഇവിടെ നിഹാല് ആധികാരികമായിട്ട് അവനെ പറ്റിയിട്ട് അവന്റെ ലൈഫിനെ പറ്റിയിട്ട് ഇവിടെ നിതിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഏത് ലെവലിലേക്ക് എത്തണമെന്നാണ് ഇപ്പൊ ആലോചിക്കുന്നത്. മിക്കവാറും നിഹാൽ ആ പേജ് കളയുമെന്നാ പറയുന്നത് ഇങ്ങനെ പോകണമെങ്കിൽ. അപ്പൊ നമ്മള് കിടിലം പാട്ടൊക്കെ കേട്ട് തൃശ്ശൂരിൽ നിന്ന് നമ്മളിപ്പോ ഏത് സ്ഥലത്ത് നിന്നാണ് പോണത്? വഴിയോ നെല്ലിക്കുന്ന് നിന്ന് നമ്മള് സെവൻത് ഡേ സ്കൂളിന്റെ ആ ഭാഗത്തിൽ കൂടെ അലം പഠിച്ച അലന്റെ വികാരമായ 10ാം ക്ലാസ് വരെ അലം പഠിച്ച അലന്റെ സ്വന്തം 7th ഡേ സ്കൂൾ. ഇതാണ് അവന്റെ സ്കൂൾ. എന്തിനാ ക്ലാസ്? മിനി കൂപ്പർ. അലന് ഇഷ്ടമായില്ല തിരിച്ചാലോ എന്നാണ് ചോദിച്ചത് ഫസ്റ്റ് തന്നെ. നല്ല ബ്രേക്ക് നല്ലപോലെ ഉണ്ടെന്ന് അലൻ തെളിയിച്ചോണ്ടിരിക്കുന്ന ഇടക്കിടക്കായിട്ട്. പിന്നെ ബെഞ്ചമിന്റെ ഫാൻസിനായിട്ട് ബെഞ്ചമിൻ വീണ്ടും ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. ബെഞ്ചമിന്റെ ഫാൻസ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് നെയിം. മോനെ അതെ അതെ എല്ലാം കേട്ടിട്ടുണ്ട്. കുട്ടി കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അവൻ അവസാന നിമിഷം പണി അവൻ എന്റെ അടുത്ത് ആദ്യം പറഞ്ഞാ എന്ത് വീട്ടിൽ പണി ഉണ്ടാവും ഞാൻ ഇല്ലാതെ. നന്നായി. അത് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും വിളിച്ചു നോക്കണം. കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? എന്റെ ഫോൺ കുത്തിട്ടേക്കാം. ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുക. എന്ത് വീഡിയോ കോൾ ചെയ്യാന്നോ? അപ്പൊ നമ്മള് വീണ്ടും ടൊയോട്ട ഫോർച്യൂണറിൽ ഞങ്ങൾക്ക് ലാൻഡ് ക്രൂസറിൽ പോകണമെന്ന് ആഗ്രഹം. അല്ലന്റെ അപ്പൻ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് തൽക്കാലത്തിന് ടൊയോട്ടയുടെ തന്നെ ഫോർച്യൂണർ വാങ്ങിച്ചു തന്നിരിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി മാത്രം. ഇതിൽ ഞങ്ങൾ മണാലി പോകുന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ അത്ര ഉള്ളു. വേണമെങ്കിൽ ഞാൻ ആക്സി ഇറക്കും. അല്ല, എന്റെ പ്ലാൻ ഇതൊന്നല്ല. ടെമ്പോ ട്രാവലർ വാടകയ്ക്ക് എടുത്തിട്ട് പോവാ, അതേ പറ്റുള്ളൂ. നീയില്ല, നിന്നെ ഞാൻ കൊണ്ടുപോകണില്ല. നീ വരണ്ട, നിന്നെ കൊണ്ടുപോകണില്ലടാ. നെഹദി എന്ന സ്വപ്നം ഉപേക്ഷിച്ചിട്ട് നമ്മൾ ചട്ടിച്ചോറിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ബീഫ് ബിരിയാണി അല്ല, ബീഫ് മന്തി. നേരെ പോട്ടെ.
നീ എടുത്ത ഇത് മറ്റെടുത്തിട്ട് കഴിഞ്ഞു ഓഫർ. പക്ഷെ ഇതേടെ 7th Jan തൊട്ട് 17 January ഒന്നുകൂടി extend ചെയ്തു. ഓഫർ എക്സ്റ്റെൻഡ് ഏതോ ഒരുത്തന്റെ വണ്ടി അടിച്ചോണ്ട് പോണു. എവിടെക്കാ എക്സ്റ്റെൻഡ് ചെയ്ത് പോണാ 7th തൊട്ട് 17 വരെ. 7 പോവാ. സ്റ്റോപ്പ്. 7 തൊട്ട് 17 വരെ. ഇപ്പൊ നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സാധനം 50 കേക്ക് നമുക്ക് റിസോർട്ട് എടുത്തരാൻ മോന് സെറ്റ് 10 കേക്ക് അല്ല 50 കേക്ക് ഇവന്റെ ഒക്കെ റിസോർട്ട് ഉണ്ട് നമുക്ക്. അതെ ഇപ്പൊ കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ന്യൂ ഇയറിന്റെ നൈറ്റ് പറഞ്ഞത് അവൻ. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ ഇതാണ് ഭീമൻകിഴി. അതിൽ ചിക്കനും ബീഫ് ഉണ്ടാവും തോന്നുന്നു ഭീമൻകിഴിയില്. നമുക്കെന്നാ ഇതെടുത്താലോ? ഇവിടെ എല്ലാരും വ്ളോഗേഴ്സ് ആണോ? വേഗം ഓർഡർ ചെയ്യുന്നിട്ടാണ് ഫുഡ് ഭ്രാന്തനാണ് നമ്മുടെ എല്ലാം. ഇതിന്റെ എടുക്കണം നമ്മള് ഓർഡർ അപ്പോ നമുക്ക് ഫുഡ് ഭ്രാന്തിന് ഒരു കോംപ്ലിമെന്ററി ഫുഡ് വന്നിട്ടുണ്ട്. ഇതൊക്കെ മാറ്റി ചട്ടിച്ചോറ്. ദിസ് ഈസ് കോൾഡ് ചട്ടിച്ചോറ്. അപ്പോൾ സൈഡായിട്ട് കുറേ കറികൾ വന്നിട്ടുണ്ട്. സാധനം വിശദമായിട്ടുള്ള ഫുഡ് ഭ്രാന്തിന്റെ പേജിൽ ഇതിനെ പറ്റി ഒരു റിവ്യൂ എന്നതായിരിക്കും. ഫുഡ് ഭ്രാന്തിനോട് കട്ട വീഡിയോ എടുക്കില്ല. അപ്പൊ മിക്കവാറും ഞങ്ങൾ എല്ലാവരും ഒരു ഒറ്റ കൈ ഇട്ടുകാരെല്ലായിരിക്കും മിക്കവാറും ഉണ്ടാവുക. ബൈ ഫ്രം ഫുഡ് ഭ്രാന്ത്. ഇങ്ങനെ കഷ്ടപ്പെട്ട് ആക്രാന്ത്. അപ്പോ ഇത് കഴിച്ചിട്ട് കാണാം. തീരെ ആക്രാന്തില്ലാത്തോണ്ട് ഞങ്ങള് ചട്ടിച്ചോറിന അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് ടേസ്റ്റ് ഒക്കെ ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇവിടെ ഒരു ആക്രമണം കഴിഞ്ഞിട്ട് താടാ ഞാൻ കഴിച്ചോണ്ടാ. അടിപൊളി മുളക്. ഞാൻ കുറച്ച് ചോറ്. നിങ്ങൾക്ക് പറയുന്നു മറ്റേ രാജാവിന്റെ ചിക്കൻ ബീഫ് ഫിഷ് ഫ്രൈ ഫിഷ് കറി രാജാവിന്റെ മോനെ ഈ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രാജാവിന്റെ ചട്ടി. ഓ ഒരു രക്ഷയില്ലാത്ത ഫുഡ്. ഇതില് മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റില്ലേ? കിരി ബിരിയാണി. അപ്പോൾ അതാണ് കിരി ബിരിയാണി. ഇവിടെ സാധനത്തിൻ്റെ പേര് ഇവിടെ എന്ത് കിരി ബിരിയാണി തന്നെയാണ്. പിക്ക് എടുക്കണമെന്നാണ് ആശാൻ പറയുന്നത്. എന്നാ ആശാനെ ഞാൻ തുറക്കണേണേ. അപ്പോൾ വീഡിയോ എടുത്തോട്ടെ. ആശ് ഇതുണ്ട് റിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓ ആവി തന്നെ ഉണ്ടോ? ആവി തന്നെ ഉണ്ടോന്ന് അറിയില്ല. നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല. എനിക്ക് കാണുന്നുണ്ട്. ഒരു പപ്പടമുണ്ട്. വാഴയിലയിൽ ചട്ടിയോടൊപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഒരു രക്ഷയില്ല. ഓ ഇതിനിപ്പോഴും ആ ചട്ടി തീർത്തോണ്ടിരിക്കും. ഒരു രക്ഷയില്ല. ചോക്ലേറ്റിന്റെ ഫ്ലേവർ വേണോ? നല്ല കിഡിലും ഫ്ലേവേർഡാണ്. ഒരു പിടുത്തം പിടിക്കാം. നമ്മളിങ്ങനെ ബിരിയാണിയെ പതുക്കെ കുഴച്ച് ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. കണ്ടില്ല? അയ്യോ നല്ല ചൂടുണ്ട്. ഞാൻ അങ്ങനെ
സാധനം വെറൈറ്റി ടേസ്റ്റ് ആണ്. നമ്മൾ നോർമൽ കഴിക്കുന്ന ബിരിയാണി പോലെ അല്ല. അല്ലല്ലോ അല്ല. ബിരിയാണി മുട്ടയുണ്ട്. മുട്ടയൊക്കെയുള്ള ബിരിയാണി ഉണ്ടോ? ഒതന്റിക് ട്രഡീഷണൽ ബിരിയാണി. തീരെ വിശപ്പില്ലാത്തതും നല്ല ആക്രാന്തി കഴിക്കുന്നുണ്ട് നമുക്ക്. സ്വന്തം കാര്യം പറഞ്ഞാൽ മതി. അതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചട്ടിച്ചോറ് വീഡിയോ എടുത്തായിരുന്നു. തീർത്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇത്ര നേരം ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടാ. ഫുഡ് കഴിച്ച് ഇറങ്ങി എന്നിട്ട് നേരെ ഇപ്പോൾ വേറൊരു കൂട്ടാൻ എടുക്കാൻ വേണ്ടി പോവാ. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങണേണ്. ഇത്ര നേരം ഞാനായിട്ട് വിളിച്ചത് സ്ഥലം ഒരു നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്ത് കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങി ഒരു ഫോട്ടോ എടുക്കാൻ ചോദിച്ച് എത്തിയതാണ്. പുള്ള് പാടത്തിലെത്തിയിരിക്കുന്നു. ഓ വണ്ടി ഇറക്കി നോക്കി പുള്ള്. ഓ നമ്മളിങ്ങനെ പുള്ള് പാട്ടം എന്നറിയപ്പെടുന്ന തൃശ്ശൂരത്തെ അതിമനോഹരമായ ഒരു ഏരിയയിലൂടെ പതുക്കെ ഇങ്ങനെ നടന്നുകൊണ്ടാണ്. അറിഞ്ഞ മുറിഞ്ഞ വണ്ടികളും ഉണ്ട്. തട്ടിയിടുമെന്നറിയില്ല. നമ്മുടെ കാറോടെ അടുത്തുണ്ട്. രമേ പുള്ളിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഞാൻ നടക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ നടക്കുകയാണ്. പിന്നെ ഗംഭീര കാറ്റ്, നല്ല മഴക്കാരാണ്. ഇന്ന് ജനുവരി 6 2021 നല്ല രസമില്ലേ കാണാൻ? കുറച്ച് അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വെള്ളങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട്. നമുക്ക് ആ വഴി ഒന്ന് നമുക്ക് നടക്കാം. ആ വഴി നടക്കാന്നല്ല, കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടൊക്കെ പോവാം. ഇവിടെ ശരിക്കും മഴയുടെ സമയത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഫുള്ള് വെള്ളമായിരിക്കും. ഫുള്ളിങ്ങനെ പുഴ പോലെ ഇങ്ങനെ വെള്ളം ഉണ്ടാവും. പക്ഷെ പുഴയില്ല, പാടുമാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാവില്ല. ഇതൊക്കെ തന്നെ ഞങ്ങളിങ്ങനെ നടക്കും. എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. ഓവറായിട്ട് എക്സൈസ് വലിയ കാര്യങ്ങളൊന്നും നമ്മൾ കാണിക്കാറില്ല. നമ്മളിങ്ങനെ കൂട്ടുകാരായിട്ട് കറങ്ങാൻ പോണതും അതൊക്കെയാണ് നമ്മുടെ വ്ളോഗിൽ വരിക. അപ്പം ഞാൻ ഈ മാസ്ക് ഇട്ടേക്കൊണ്ട് വല്ലതും കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല രസമുണ്ടാ ഇങ്ങനെ പാടത്തിൻ്റെ ചുറ്റും ഇങ്ങനെ കൂടെ പോകാനായിട്ട്. മുഡേഷ് മരക്കൂടെയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ പുള്ളുപാടത്തിൽ കൂടെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ നാട്ടിക ബീച്ച് ലക്ഷ്യമിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിഹാൽ വർമ്മ അതിഗംഭീര സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ിരിക്കുന്നു. ഇതാണ് തൃപ്രയാർ. അവിടെയാണ് വൈമാൾ. അങ്ങ് ദൂരെ കാണുന്നതാണ് വൈമാൾ. ഇതവിടെ അതാണ് വൈമാൾ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി ഇറങ്ങിയപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഗുരുവായൂര് റൂട്ടാണ്. ഇങ്ങനെ പോയി നേരെ ഗുരുവായൂർ ചാവക്കാട് ഒക്കെ പോവാം. ഈ വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എറണാകുളം പോവാം. നമ്മുടെ 3 പീടിക അങ്ങനെ കയറി കടമറ്റം. പ്രത്യേകിച്ച് നോർത്ത് പോയിന്റ് നമുക്ക് MA യൂസഫ് അലിയുടെ വീടൊന്ന് കണ്ടിട്ടുണ്ട്. ടൈൽസ് ഈ വീടാണോ? കസിൻസിന്റെ വീടാണ്. ഇത് ക്രിസ്ത്യൻസിന്റെ വീടാ. ഇതാ കാണുന്ന പാലസ് യൂസഫ് അലിയുടെ വീടായിരുന്നു. ഈ സൈഡും യൂസഫ് അലിയുടെ ഇതാണ്. ആ രണ്ടുമാണ്. ഇത് തീർന്നില്ലല്ലോ. ഇത് എന്തൊരു ട്രെയിനോ എന്റെ പൊന്നെ, എന്തൊരു സാധനം. ഓ ഭയങ്കര വലിയ കെട്ടില്ല സെറ്റപ്പാണ് കേട്ടോ. ഈ മോസ്ക് കണ്ട യൂസഫ് അലി സാർ പണിത് കൊടുത്തേക്കുന്നതാണ്. എന്തൊരു സാധനം മോനെ. ഓ ഒരു അറബിക് ടച്ച്, ഗൾഫ് ടച്ച്. കൊള്ളാം.
നമ്മള് വീണ്ടും നാട്ടിക ലക്ഷ്യമിട്ടു. ഇറങ്ങി വരും ശരിക്കും റോഡ് കഴിഞ്ഞ് കൈസ്, വെള്ളം കണ്ട് കൈസ്. ഇറങ്ങി പിള്ളേരെ കൂടെ ഒന്നും ഫുട്ബോൾ കളിയാണ്ടാ. ചില്ലി ചില്ലി ഇവിടെ നിറച്ച് ബൈക്കാണ്. അങ്ങനെ നാട്ടിക ബീച്ച്, ഈ ബീച്ചിന്റെ പേര് എന്താ? നാട്ടിക തന്നെയല്ലേ? നമ്മൾ നാട്ടിക ബീച്ചിലെത്തിയിരിക്കുകയാണ്. പുള്ളി സ്ഥലം അമർനാഥ് എത്തിയിരിക്കുന്നു ഗൈസ്. അമർനാഥ് മോനെ. നിഹാല് ഭയങ്കര ബിസിനസ് ചർച്ചയിലാണ്. എന്തുട്ടാന്നാവോ അങ്ങനെ നടന്നു പോവുകയാണ്. ഞങ്ങളിങ്ങനെ ഞാൻ കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ചാൽ എല്ലാം സെറ്റായിട്ട് വന്നേക്കാം. മാസ്ക് വരാല്ലോ കുറച്ച്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ഇങ്ങനെ നിൽക്കണേണ്. നല്ല കിടിലം കാറ്റ്, നല്ല അറ്റ്മോസ്ഫിയർ, എല്ലാം പൊളി. നിഹാല് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോൺ ചോദിക്കുന്നു. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന സ്നേഹതീരത്ത് പോവാണ്. അപ്പൊ എല്ലാരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പൊ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്, ഡോണ്ട് ഫോർഗെറ്റ് കമന്റ്. അപ്പൊ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മണി അടിക്കാൻ അടുത്ത വീഡിയോ കാണാം.